കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു എൻ്റെ കാറിൻ്റെ ഡോറിൻ്റെ ഭാഗം ഞളുങ്ങിയിരിക്കുന്നത്. സോ അത് പലരും പറയുന്നു ചൂടുവെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ നൂറും എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചൊരു പരീക്ഷണം നടത്തിയിരുന്നു. ആ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ചൂടുവെള്ളം ഒഴിച്ചിട്ടും അത് പ്രയോജനം വന്നില്ല. അപ്പോൾ അതിനുശേഷം ഒരു ഡെൻറ്റ് റിമൂവർ കിറ്റ് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ആ വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഫുള്ള് കാണുക. ഹലോ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിന് എൻ്റെ വണ്ടി ഒന്ന് ഓടിക്കാൻ കൊടുത്തു. ആൾ 2 ദിവസം വീട്ടിൽ കൊണ്ടുപോയി. അതിനുശേഷം എവിടെ പോയി എന്ത് ചെയ്തു എന്നൊന്നും അറിയത്തില്ല. ഡോറിൻ്റെ റൈറ്റ് സൈഡ് ഭാഗം ഇങ്ങനെ ഇരിക്കുകയാണ്. പെയിൻ്റ് ഒന്നും പോയിട്ടില്ല, ബട്ട് അകത്തോട്ട് ബെൻഡായിട്ടിരിക്കുകയാണ്. മാക്സിമം നോക്കി, സംഭവം നൂരുന്നില്ല. അവസാനം ഓരോരോ മാർഗ്ഗം. അങ്ങനെ ഫൈനലി വർക്ക്ഷോപ്പിൽ കാണിച്ചു. അവർ പറഞ്ഞു 2500-3000 രൂപയാവും. കാരണം ഈ തട്ടി നൂത്ത് റീപെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. കാരണം ഇത് ക്രോസ് ആയിട്ടാണ് ഡെൻറ്റായിരിക്കുന്നത്. പരസ്യമൊക്കെ കാണുന്നത് പോലെ ഞാൻ ഒരു ഡെൻറ്റ് റിമൂവർ കിറ്റ് മേടിച്ചു. സോ അത് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ആമസോണിൽ ഓർഡർ ചെയ്ത പ്രോഡക്റ്റാണ്. സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം വെച്ചിട്ട് ഡോറിൻ്റെ അവിടെ ഒന്ന് വെച്ച് അത് നോക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കാം. ഒരു പരീക്ഷണമാണ്. നമ്മുടെ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട് ഡെൻറ്റായിട്ടിരിക്കുന്ന ഡോറിൻ്റെ ഭാഗമൊക്കെ നൂത്തെടുക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. സക്സസ് ആയാൽ 12500 രൂപ ലാഭമുണ്ട്. ഈ പ്രൊഡക്റ്റിൻ്റെ വില ഏകദേശം 670 രൂപ മാത്രമാണ്. പൈസയുടെ അല്ല, നമുക്ക് ഇതിന് വേണ്ടി ഇനി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി തട്ടി നൂത്ത് പുതിയ പെയിൻ്റ് അടിച്ച് അതിനൊന്നും മെനക്കെടാൻ വയ്യാത്തതുകൊണ്ടാണ് ഒരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചത്. ആയിരിക്കാം നൂത്തെടുക്കുന്നത്. സോ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ സെൻറ്റർ ഭാഗത്താണ് ഈ ഒരു ഞളുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് ജസ്റ്റ് ഈ ഒരു ഡെൻറ്റ് റിമൂവൽ കിറ്റ് വെച്ച് നോക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പില്ല, കാരണം ക്രോസ് ആയിട്ടാണ് ഇത് ബെൻഡായിട്ടിരിക്കുന്നത്. കാരണം ആ ഡെൻറ്റായ ഭാഗത്ത് ഇത് ചെയ്യാൻ പറ്റില്ല, കാരണം ക്രോസ് ആയതുകൊണ്ട്. കാരണം ഇത് റൗണ്ട് ഷേപ്പാണ്. സോ സൈഡിൽ നിന്ന് വാക്വം ചെയ്ത് സെൻറ്ററിൽ കൊണ്ടുവന്ന ശേഷമായി ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇത് ഫെയിലായ ഒരു അറ്റംപ്റ്റായി തന്നെ ചെയ്തു. ബട്ട് നിസ്സഹായ അവസ്ഥയിൽ തന്നെ പറയാം, ഇത് നൂരത്തില്ല. കാരണം നൂരത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഇത് ക്രോസ് ആയിട്ടാണ് ഇത് ഡെൻറ്റായിരിക്കുന്നത്. അതിന് ഇതല്ലെങ്കിൽ വേറെ മാർഗം, വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഈ ഡോർ പാഡ് ഇളക്കി അതിനകത്ത് ഡെൻറ്റ് ചെയ്ത് നൂത്തതിന് ശേഷം മാത്രമേ ഇത് നൂരത്തുള്ളൂ. നൂന്ന് കഴിഞ്ഞാൽ ഇത് ഡെൻറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായും അവിടുത്തെ പെയിൻറ്റ് പോവും. അപ്പോൾ റീപെയിൻറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ബട്ട് ഈ ഒരു പ്രൊഡക്റ്റ് അടാരെ വേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓർഡർ ചെയ്യുന്നവർ മാക്സിമം ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം ഓർഡർ ചെയ്യുക. എനിക്കോ മണ്ടത്തരം പറ്റി. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇനി എന്തായാലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കാണിച്ച് അവർ തന്നെ ഇത് ഡെൻറ്റ് വർക്ക് ചെയ്താലേ ഇത് റെഡിയാവത്തുള്ളൂ. അപ്പോൾ ഇതാണ് അവസ്ഥ. എന്ത് ചെയ്യാനല്ലേ. ഫൈനലി ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഉപകാരപ്പെട്ടില്ല. സോ ഇതെനിക്ക് റിട്ടേൺ ചെയ്യേണ്ടി വരും. കാരണം ഉപകാരമില്ലെങ്കിൽ ഇത് വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പരസ്യത്തിൽ കാണിക്കുന്നത് പോലെ ഡെൻറ്റ് റിമൂവ് ചെയ്യാൻ, ഡെൻറ്റ് നോക്കാൻ പറ്റും, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ കാണാൻ പറ്റും. കാരണം എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ റിമൂവ് ചെയ്യാൻ, നൂത്തെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം കാറിൻ്റെ പോലത്തുള്ള ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോഡി ഞളുങ്ങിയ ഭാഗം നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. കാരണം അന്നേ അവർ പറഞ്ഞിരുന്നു, കാരണം ഇത് ഡെൻറ്റാണ്, ഇത് തട്ടി നൂത്ത് എടുത്താൽ മാത്രമേ ഇത് റീപെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് നൂരത്തുള്ളൂ, അല്ലാതെ ചുമ്മാ ഇതിങ്ങനെ വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിരുന്നു. സോ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഇങ്ങനെ പരസ്യമൊക്കെ കണ്ട് ഓക്കെ തട്ടി നൂത്തെടുക്കാതെ തന്നെ നമുക്കിത് വെച്ച് നൂത്തെടുക്കാൻ, പെയിൻറ്റ് പോകത്തുമില്ല, ലാഭമാണ് എന്ന് കരുതിയാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തത്. സംഭവം ഈ ഒരു പ്രോഡക്റ്റ് അടാറെ വേസ്റ്റാണ്. ഓക്കെ, താങ്ക് യു.